ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസു ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമാണ് എൻ വാസു. ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് വാസുവിനെ SIT അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കവർച്ചയിൽ 3ാം പ്രതിയാണ് എൻ വാസു. ഇന്ന് തന്നെ വാസുവിനെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, വളരെ നിർണായകമായ ഒരു വാർത്ത. ഈ കേസിലെ 5ാമത്തെ അറസ്റ്റ്. വാസു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നു. ബെയിലി തന്നെ വിളവ് തിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് എൻ വാസുവിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, പല രാഷ്ട്രീയ നേതാക്കളുടെയും വലം കൈയാണ് ഈ CPM നേതാവായ വാസു. എന്താണ് അന്വേഷണ സംഘം ഈ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള കാരണം? ഈ സ്വർണ്ണ കവർച്ചയിൽ വാസുവിന്റെ പങ്ക് അത് എന്താണ് പ്രജിത്ത്? അശ്വതി, എൻ വാസുമായി അന്വേഷണ സംഘം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വാസുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കാൻ പോയി എന്നുള്ളതാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അപ്പോൾ വാസുവുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ തന്നെ വാസുവിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാടാണ്. അപ്പോൾ സ്വാഭാവികമായും വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് അന്തിമമായി കോടതിയിൽ അന്വേഷണ സംഘം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. എന്തായാലും വാസു ഈ സ്വർണ്ണക്കവർച്ച ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കണ്ണികളൊന്നാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിന് പലവിധമായ തെളിവുകൾ, പലവിധമായിട്ടുള്ള രേഖകളൊക്കെ വാസുവിനെതിരെയുള്ള തെളിവായി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. ഒന്ന്, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികൾ വാസുവിനെതിരാണ്. അതോടൊപ്പം തന്നെ മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിനെതിരാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഈ രേഖകൾ തിരുത്തിയത് വാസുവാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ബോധ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ രേഖകൾ തിരുത്തി എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ രേഖകൾ മുൻപിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ വാസുവിന് അതിൽ കൃത്യമായ മറുപടി അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിയുന്നില്ല. വാസു അത് കൃത്യമായി തനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ താൻ ഈ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എന്നുള്ള നിലപാട് തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓർമ്മക്കുറവുണ്ട്, അത് കുറച്ച് പഴയ കാര്യമാണ് എന്ന രീതിയിലുള്ള നിലപാട് വാസു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാസുവിന് ഇക്കാര്യത്തിലൊന്നും മറുപടിയില്ലാതെ വന്നതോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം വാസുവിന്റെ അറസ്റ്റ് എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് വാസുവിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിനെ പ്രത്യേക അന്വേഷണ സംഘം വാസുവിന്റെ അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. കാരണം ഈ കേസിൽ വാസുവിനെതിരെ കൃത്യമായ മൊഴികളുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. സ്വാഭാവികമായും ഈ സ്വർണ്ണ കവർച്ച ഗൂഢാലോചനയിൽ വാസുവിന് നിർണായക പങ്കുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. വാസുവിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുള്ളതും അന്വേഷണ സംഘം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞ് വാസുവിനോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. വാസു ഏതെങ്കിലും തരത്തിൽ ഹാജരാകാതിരുന്നാൽ നേരിട്ട് വാസുവിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമീപനത്തിലേക്ക് പോകും എന്നുള്ളൊരു നിലപാടുമായിരുന്നു അന്വേഷണ സംഘം സ്വീകരിച്ചതെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വീണ്ടും വാസുവിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആസ്ഥാനം പോലെ പ്രവർത്തിക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വാസുവുമായി അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തുകയും അവിടെ വൈദ്യപരിശോധന നടത്തിയ ശേഷം വാസുവുമായി ഇപ്പോൾ റാന്നി കോടതിയിൽ വാസുവിനെ ഹാജരാക്കാൻ അന്വേഷണ സംഘം. എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്? അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായോ പ്രജിത്ത്? അശ്വതി, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ രേഖകളുണ്ട്. ഈ രേഖകളിൽ തിരുത്തൽ വരുത്തിയത്, സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റി രേഖപ്പെടുത്തിയത് വാസുവാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കൃത്യമായ മൊഴികളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തട്ടിപ്പുകളും വാസു അറിഞ്ഞാണ് നടത്തിയത് എന്നുള്ളത് മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴികളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ 3 മൊഴികൾ നിലനിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റി, അല്ലെങ്കിൽ ചെമ്പായി മാറ്റിയത് രേഖപ്പെടുത്തി എന്നുള്ള ചോദ്യത്തിന് വാസുവിന് മറുപടി ഇല്ല താനും. അതോടൊപ്പം തന്നെ ചില രേഖകൾ അന്വേഷണ സംഘം ഇപ്പോൾ സുധീഷ് കുമാറിന്റെയൊക്കെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് നടത്തിയ പരിശോധനയിൽ, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഇവിടെയെല്ലാം കൃത്യമായി വാസുവിനെതിരായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തെളിവുകളുടെയും ഈ മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നതും. ഇപ്പോൾ വാസുവുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്രമ പരിശോധന അടക്കം നടത്തുന്നത്. അങ്ങനെ വൈദ്യപരിശോധന നടത്തിയ ശേഷം വാസുവുമായി
റാന്നിയിലേക്ക് അന്വേഷണ സംഘം തിരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം CPM-ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം എൻ വാസു എന്ന് പറയുന്നത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പോലെ ഒരാളെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2 തവണ ദേവസ്വം കമ്മീഷണറാകാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ വിവിധ മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, ഈ സ്വർണ്ണ കവർച്ചയിൽ ഒരു ഗോൾഡൻ അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും എൻ വാസുവിന്റെ അറസ്റ്റ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്, പല ഉന്നത രാഷ്ട്രീയ CPM നേതാക്കളുടെയും വലം കൈയാണ്. മാത്രമല്ല PK ഗുരുദാസൻ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 3ാം പ്രതിയായി അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM പ്രതിരോധത്തിലാകില്ലേ? തീർച്ചയായും അശ്വതി, CPM പ്രതിരോധത്തിലാവുമെന്നതൊരു വസ്തുത തന്നെയാണ്. അതിന് പിന്നാലെ ആ നിയമപ്രശ്നങ്ങൾ എങ്ങനെയാണ് CPM പ്രതിരോധത്തിലാകുക എന്ന നിയമപ്രശ്നമാണ് ഇവിടെ ഏറെ ശക്തമായി വരിക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കട്ടിളപ്പാളി കടത്തിയതും അതുപോലെ തന്നെ ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതി ചേർത്തതുമാണ് വാസുവിന് നേരെയുള്ള വലിയൊരു ആരോപണമായി നിലനിൽക്കുന്നത്. എൻ വാസുവിന് നേരെയുള്ള ആരോപണമായി നിലനിൽക്കുന്നത് ഈ ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്ത് അത് സ്വർണം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സ്വർണം അതിലില്ല എന്ന രീതിയിലൊരു വ്യാഖ്യാനം ചമയ്ക്കുന്നതിനെ ആ നീക്കം നടത്തി അത് ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചു എന്നത് അത് കൃത്യമായും എൻ വാസുവിൻ്റെ ഇടപെടലിലൂടെ നടന്നതാണ്. സ്വാഭാവികമായും കൊണ്ടുപോകുന്നത് ചെമ്പുപാളിയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നതും ചെമ്പുപാളിയായിരിക്കണം. അത്തരത്തിൽ കൊണ്ടുപോയതിന് ശേഷം ഈ സ്വർണം മുഴുവൻ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്, ഈ ക്ലാഡിംഗ് നടത്തിയ സ്വർണം മുഴുവൻ അല്ലെങ്കിൽ പൊതിച്ചിൽ നടത്തിയ സ്വർണം മുഴുവൻ എടുത്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് അത് ചെമ്പാണ് എന്ന് ഏതെങ്കിലും ഒരു നിരീക്ഷണം നടത്തുകയാണെങ്കിൽ തന്നുവിട്ടത് ചെമ്പാണ് എന്ന ഒരു രേഖയാണ് ഉണ്ടാക്കിയത്. ഈ രേഖ ഉണ്ടാക്കുന്ന ഒരു കൃത്രിമത്വമാണ് നടന്നത്. ആ കൃത്രിമത്വം നടത്തിയത് തന്നെയാണ് ഇതിലെ 1ാമത്തെ കുറ്റകൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും പല ഘട്ടങ്ങളിൽ 24-ലുമൊക്കെ അത് പുനഃപരിശോധന നടത്തുന്ന അല്ലെങ്കിൽ വീണ്ടും അത് നന്നാക്കുന്ന സാഹചര്യത്തിൽ അത് തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരു പോറ്റിക്ക് തന്നെ ഒരുക്കി കൊടുത്തു. അതായത് പോറ്റി തന്നെ അത് നന്നാക്കാൻ വീണ്ടും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കൊണ്ടുപോയതെല്ലാം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നേരത്തെ നടത്തിയ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാനാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഈ പാളി കൊടുത്തയക്കുന്നത് സമയത്ത് ചെമ്പുപാളി എന്ന് എഴുതി ചേർത്ത് കൊടുത്തയക്കുകയും തിരിച്ചു കൊണ്ടുവന്നതിൽ സ്വർണ്ണമില്ല എന്ന് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി വീണ്ടും അത് അയാളെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിരിക്കും. ആ ഗൂഢാലോചനയിൽ പ്രധാന പങ്കാളിയായി എൻ വാസു ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ചെമ്പുപാളി എന്ന് എഴുതിയതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തിയതും അദ്ദേഹം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ 1ാം ഘട്ടത്തിൽ വന്ന കോടതി ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു സാധുവായ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ബാക്കിയുള്ള സ്വർണം വിനിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിനാണ്. പക്ഷേ അതിന് മറുപടി അയച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ കൂടി നിയമപരമായി എന്തൊക്കെയോ ചെയ്യാവുന്നതാണ് എന്ന വിശദീകരണം അത് തന്നെയാണ് മനസ്സിലാകുന്നത്.